ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത്. സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. കേരളവും കോൺഗ്രസും ഇപ്പോൾ ഒരുപോലെയാണ്. രണ്ടിടത്തും കനത്ത മഴക്കാറാണ്. എപ്പോൾ വേണമെങ്കിലും ഇടി വെട്ടി പെയ്യാവുന്ന സാഹചര്യം. അതിനിടയ്ക്കാണ് മുന്നറിയിപ്പിന്റെ സ്വഭാവമുള്ള വി ഡി സതീശന്റെ റെഡ് അലർട്ട് പ്രയോഗം. കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്. ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത്. കെ സി വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് സതീശന്റെ ഈ പ്രയോഗം. അതായത് അപകടം മാനത്തുണ്ടെന്ന് തന്നെയാണ് സതീശൻ അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ സതീശനെ പോലൊരു നേതാവ് അത്തരമൊരു പ്രയോഗം നടത്തില്ല, അത് ഉറപ്പാണ്. എന്തായാലും റെഡ് അലർട്ട് എന്ന പ്രയോഗം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി കുറച്ച് ദിവസം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇനി ഇതേ ചോദ്യത്തോടുള്ള കെ സി വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അല്ല, ഞാൻ കേരളത്തിലല്ലേ, ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച എം പി അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകുന്നു. അതായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താൻ കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ സി. അതിനൊപ്പം തന്റെ ലക്ഷ്യം ഏതെങ്കിലും കസേര അല്ലെന്ന് കെ സി ആവർത്തിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് എതിർ വിഭാഗത്തെ, പ്രത്യേകിച്ച് സതീശൻ വിഭാഗത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് കസേര അല്ല, കസേര വേണ്ട എന്നൊക്കെ കെ സി ആവർത്തിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇപ്പോഴത്തെ അസംതൃപ്തിക്കുള്ള അനുനയ സൂചനയായി വേണമെങ്കിലും ഇതിനെ നമുക്ക് വിലയിരുത്താം. അതിനിടയ്ക്ക് കെ സി പക്ഷത്തേക്കുള്ള തന്റെ കൂറുമാറ്റം ഉറപ്പിച്ച് കെ മുരളീധരന്റെ വാക്കുകളും എത്തി. കേരളത്തിന്റെ ഭാഗമല്ലേ, എന്ത് അഖിലേന്ത്യയാണെങ്കിലും കേരളത്തിലല്ലേ പ്രവർത്തിക്കുന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവും. നാളെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനും കൂടിയല്ലേ. തനിക്കുണ്ടായിരുന്ന അതൃപ്തി അവസാനിച്ചെന്നുള്ള സൂചനയും ഈ വാക്കുകളിലൂടെ മുരളീധരൻ നൽകുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം കൂടുതൽ വ്യക്തമാവുകയാണ്. പ്രധാന നേതാക്കളെല്ലാം കെ സിക്കൊപ്പം കൈകോർക്കുകയാണ്. കെ സി വേണുഗോപാലാണെങ്കിൽ കേരളത്തിൽ പതിവിലും കൂടുതൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് എന്നാണ് സതീശൻ പക്ഷം വിലയിരുത്തുന്നത്. കൂടാതെ ഷാഫി പറമ്പിലും കെ സിക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞ് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടുത്ത അതൃപ്തിയിലാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ പാർട്ടി, എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. KPCC നേതൃയോഗം തന്നെ മാറ്റിയത് സതീശന്റെ അതൃപ്തി കാരണമെന്നാണ് റിപ്പോർട്ട്. KPCC പുനഃസംഘടനയിൽ കൂടിയാലോചന നടന്നിട്ടില്ല എന്നുള്ള ശക്തമായ വികാരമാണ് സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പരിഹരിക്കാതെ KPCC-യുമായി സഹകരിക്കില്ല എന്നാണ് സതീശന്റെ നിലപാട് എന്നാണ് നമ്മൾ അറിയുന്നത്. നമുക്കറിയാം, KPCC പുനഃസംഘടനയിൽ കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും ഒഴിച്ചുള്ള നേതാക്കളെല്ലാം അസംതൃപ്തരാണ്. AI ഗ്രൂപ്പുകളും കെ സുധാകരൻ, ശശി തരൂർ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ നേതാക്കളെല്ലാം പ്രതിഷേധത്തിലാണ്. ഇതിനിടയിലാണ് വി ഡി സതീശന്റെ റെഡ് അലർട്ട് പ്രയോഗം ശ്രദ്ധേയമാകുന്നത്. കെ സിക്കെതിരെ വ്യക്തമായ പടപ്പുറപ്പാട് തന്നെയാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് കോൺഗ്രസിനകത്ത് നിന്ന് കിട്ടുന്ന സൂചന. കെ സിക്കെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകാൻ സതീശനും ചെന്നിത്തലയും തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ചില കേന്ദ്രങ്ങൾ പറയുന്നു. അതായത് സതീശനും ചെന്നിത്തലയും കെ സിക്കെതിരെ ഒന്നിക്കുന്നു എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. എ ഗ്രൂപ്പിനെയും കൂട്ടി ഒരുമിച്ച് നിന്ന് കെ സിയെ തടയാം എന്നതാണ് ഇരുവരുടെയും തന്ത്രമെന്ന് നമ്മൾ മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി കെ സിയുടെ അടുത്ത ആളായ OJ ജനീഷ് അപ്രതീക്ഷിതമായി എത്തിയതോടെയാണ് എല്ലാ പക്ഷങ്ങളും ഞെട്ടിയത്. അബിൻ വർക്കിയെ വ്യക്തിപരമായി താല്പര്യമില്ലാതിരുന്ന വി ഡി സതീശൻ ജനീഷിന്റെ പേരിന് സമ്മതം മൂളിയിരുന്നു. പക്ഷേ പിന്നീടാണ് അതിലെ തന്ത്രം സതീശന് മനസ്സിലായത്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള അവകാശവാദവുമായി ഒരുപാട് പേരുകൾ ഉയർന്നു വന്നതും ഒടുവിൽ ജനീഷിന്റെ പേര് തീരുമാനിക്കപ്പെട്ടതും ഷാഫി രാഹുൽ മാങ്കൂട്ടം ടീമിന്റെ തന്ത്രമാണെന്ന് പ്രഖ്യാപനത്തിന് 2 ദിവസത്തിന് ശേഷമാണ് സതീശൻ പക്ഷം തിരിച്ചറിഞ്ഞത്. KPCC അധ്യക്ഷനും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും KSU അധ്യക്ഷനുമെല്ലാം ഇപ്പോൾ കെ സി പക്ഷക്കാരാണ്. ആ കൂട്ടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും അങ്ങനെ എത്തി. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ കെ സിയുടെ ഏറ്റവും അടുത്ത ആളാണ്. അതായത് പാർട്ടി പോഷക സംഘടനകളെല്ലാം കെ സി പക്ഷം പിടിച്ചടക്കിയെന്ന് അതിൽ നിന്ന് അർത്ഥമാക്കണം. പുതിയതായി പ്രഖ്യാപിച്ച KPCC ഭാരവാഹിത്വ പട്ടിക നോക്കിയാൽ അതും ഏകപക്ഷീയമായി കെ സി പക്ഷത്തിനാണ് മുൻതൂക്കം എന്ന് കാണാൻ കഴിയും. ഇതോടെയാണ് അപകടം മനസ്സിലാക്കി കെ സിക്കെതിരെ ഒരുമിക്കാൻ മറ്റ് ഗ്രൂപ്പുകൾ തീരുമാനിച്ചത്.
ഇല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി കസേരയും KC കൊണ്ടുപോകുമെന്ന സ്ഥിതിയാണെന്ന് എതിർപക്ഷ നേതാക്കൾ തിരിച്ചറിയുകയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് VD സതീശൻ റെഡ് അലർട്ട് പ്രയോഗം നടത്തിയത്. അത് മറ്റ് ഗ്രൂപ്പുകൾക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ്. ഓരോ ഗ്രൂപ്പുകളായി തകർത്താണ് KC പക്ഷം കോൺഗ്രസിൽ പിടിമുറുക്കുന്നത് എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നോക്കിക്കാണാൻ കഴിയും. KCക്കായി എല്ലാ തന്ത്രങ്ങളും മെനയുന്നത് AP അനിൽകുമാറും ഒപ്പം ഷാഫി പറമ്പിലുമാണ്. യുവ നേതാക്കളെല്ലാം KC പക്ഷത്തേക്ക് ചായുന്നൊരു സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിലുള്ളത്. ഇതോടെ ഏറ്റവും വലിയ അടി കിട്ടിയത് A ഗ്രൂപ്പിനാണ്. ഗ്രൂപ്പ് പൂർണ്ണമായും ശിഥിലമായ അവസ്ഥയിലാണ്. ഗ്രൂപ്പിന് പരമ്പരാഗതമായി കിട്ടിയ പദവികളെല്ലാം ഒന്നൊന്നായി KC ഗ്രൂപ്പ് സ്വന്തമാക്കുന്ന ഒരു സ്ഥിതി. പലരും A ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ നിന്ന് പദവി നേടുകയും പിന്നീട് KC പക്ഷത്തേക്ക് കൂറുമാറുകയും ചെയ്യുന്ന സ്ഥിതി. KC പക്ഷത്തേക്ക് ചായാൻ നിൽക്കുന്ന നേതാക്കളെ A ഗ്രൂപ്പായി പരിഗണിച്ച് പദവി കൊടുക്കുകയും പിന്നീട് അവരെ സ്വന്തമാക്കുകയും ചെയ്യുന്ന രീതിയാണ് KC പക്ഷം തുടരുന്നത് എന്നാണ് A ഗ്രൂപ്പിന്റെ ആക്ഷേപം. KSUവിലും യൂത്ത് കോൺഗ്രസിലും കണ്ടത് അത് തന്നെയാണ്. I ഗ്രൂപ്പിലാണെങ്കിൽ പ്രബല നേതാക്കളാണ് KC പക്ഷത്തേക്ക് പോകുന്നത്. യുവ നേതൃനിരയിൽ ഉണ്ടായിരുന്ന അബിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നൽകാതെ വെട്ടിനിർത്തി. I ഗ്രൂപ്പിന്റെ നോമിനിയായി KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് ഇപ്പോൾ KC പക്ഷമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ തന്നെ KC പക്ഷം റാഞ്ചി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയെ മറികടന്ന് നാട്ടകം സുരേഷ് കോട്ടയം DCC പ്രസിഡന്റായത്. A ഗ്രൂപ്പ് ആയിരുന്ന നാട്ടകം പിന്നീട് KC പക്ഷവുമായി. ഇങ്ങനെ പല ജില്ലകളിൽ പല തന്ത്രങ്ങളാണ് KC പക്ഷം പയറ്റുന്നത്. ഇങ്ങനെയാണ് ഓരോ ജില്ലകളായി പിടിച്ചടക്കുന്നത്. ഇപ്പോൾ KPCCയിലേക്ക് ആ പിടിച്ചടക്കൽ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. പണ്ട് ചെന്നിത്തലയെ വെട്ടി VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിച്ചപ്പോൾ തുടങ്ങിയതാണ് KCയുടെ കേരളത്തിലെ കളികൾ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അന്ന് രമേശ് ചെന്നിത്തലയെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കണം എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ആവശ്യം. ആ സന്ദേശം തന്നെയാണ് ഉമ്മൻചാണ്ടി കേന്ദ്ര നേതാക്കൾക്ക് കൊടുത്തയച്ചത്. പക്ഷേ അസുഖബാധിതനായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പകരം A ഗ്രൂപ്പ് പ്രതിനിധികളായി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയ ഷാഫി പറമ്പിലും കൂട്ടരും KCയും ചേർന്ന് അത് അട്ടിമറിച്ചു. അതായത് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം അട്ടിമറിച്ചു. തുടർന്ന് VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തി. അങ്ങനെ രമേശ് ചെന്നിത്തലയെ ഒതുക്കി. പിന്നീട് AICC ഭാരവാഹി പട്ടിക വന്നപ്പോഴും രമേശ് ചെന്നിത്തലയെ വെട്ടി. ഇനിയിപ്പോൾ VD സതീശനാണ് KCയുടെ മുന്നിലുള്ള ഏക തടസ്സം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കസേരയിലേക്ക്. ആ തടസ്സവും നീക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് മറുതന്ത്രം പയറ്റാനാണ് സതീശനും മറ്റ് ഗ്രൂപ്പുകളും ഒരുങ്ങുന്നത്. അതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും സജീവമാക്കുന്നതിലും സതീശന് കടുത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട്. മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത തന്നെ അവഹേളിച്ച അനുഭവവും സതീശന്റെ മുന്നിലുണ്ട്. ഒപ്പം സതീശനെതിരായ സൈബർ അറ്റാക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് സതീശന്റെ നീക്കങ്ങൾ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എന്തായാലും വിട്ടുകൊടുക്കാൻ താനില്ല എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് സതീശന്റെ റെഡ് അലർട്ട് പ്രയോഗം. KPCC ഭാരവാഹികളെ മുഴുവൻ കൈയടക്കാനുള്ള KC ഗ്രൂപ്പിന്റെ തന്ത്രങ്ങളെ ഏത് വിധേനയും എതിർത്ത് തോൽപ്പിക്കാനാണ് സതീശന്റെ നീക്കം. അതിന് പൂർണ്ണ പിന്തുണയുമായി AI ഗ്രൂപ്പുകളും മറ്റ് അസംതൃപ്തരായ നേതാക്കളും രംഗത്തുണ്ട്. എങ്ങോട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പോക്കെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അവസാന നിമിഷത്തെ ട്വിസ്റ്റുകൾ ഉണ്ടാകാം, സംഘട്ടനങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.